ഇപ്പൊ ഇലക്ഷനാ കടന്നു വരണം അല്ലെ? ഇപ്പൊ ഇലക്ഷൻ, ഇപ്പൊ ചിലവരുടെയൊക്കെ വിചാരം ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീമാണ്. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീമാണ്. ഞാൻ നിങ്ങളോട് പറയാ, നല്ല ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുക. നമ്മൾ ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? ആർക്കാ? നമുക്ക് അൽഹംദുലില്ലാഹ് ഏറ്റവും കൂടുതലും മുസ്ലിമീങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരുന്ന, നമുക്ക് അൽഹംദുലില്ലാഹ് നമുക്ക് വേണ്ട അനുയോജ്യമായ കാര്യങ്ങൾ നിറവേറ്റി തരുന്നവരെ വേണം എന്ത് ചെയ്യാനായിട്ട്? വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ വോട്ട് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ പറയും, സാറേ ഞങ്ങൾക്ക് പറ്റണില്ല, അല്ല ഞങ്ങൾ വോട്ട് ചെയ്യണില്ല. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. നമ്മുടെ ഒരു വോട്ട് കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ തോറ്റുക. നമ്മൾ വോട്ട് ചെയ്തില്ലെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായി വോട്ട് ചെയ്യുക. അല്ലാഹു കബൂലാക്കും. മാറാവട്ടെ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, ആ ഖബറിന്റെ അകത്തെ അൽഹംദുലില്ലാഹ് അദാബുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, ഇരുട്ടിൽ നിന്നും ഞെരുക്കത്തിൽ നിന്നും മൂന്ന് ആദ്യത്തെ വിഭാഗമാരാ? ആതിരമാകുന്ന പ്രവാചകരാകുന്ന നബിതങ്ങളതാ പറയുമ്പോ, സഹാബാ ഖബറിന്റെ അകത്ത് അത്ഭുതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മൂന്ന് കാര്യങ്ങളില് ഒന്നാമത്തേതാ? വാഴ കേൾക്കാൻ കടന്നു വന്ന ചേപ്പിനടുക്കത്തിലെ സഹോദരങ്ങളോട്, പ്രിയമുള്ള സഹോദരിമാരോട്, പ്രിയമുള്ള ചെറിയ മക്കളോട് അൽഹംദുലില്ലാഹ് പറയുകയാ, മാറാനുള്ള സമയം എന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ. ഒന്നാമത്തേതാ? പടച്ചവനെ തൗബ ചെയ്യുന്നവരാരാ? തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവരാരാ? പാപമോചനം നടത്തുന്നവരാരാ? മഹാനാകുന്ന നബിതങ്ങള് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പടച്ചവനെ പറഞ്ഞു തരികയാ. ഒന്നാമത്തേതാ? തൗബ ചെയ്യുന്നവരാരാ? അവരെന്റെ പ്രിയമുള്ളവരെ ഖബറിലുണ്ടല്ലോ അദാബുകളെ തൊട്ട് രക്ഷപ്പെടുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഹറാം ചെയ്യുന്നവരോട് പറയുകയാ, തിന്മകൾ ചെയ്യുന്നവരോട് പറയുകയാ, കള്ളു കുടിക്കുന്നവരോട് പറയുകയാ, വ്യഭിചരിക്കുന്നവരോട് പറയുകയാ, കഞ്ചാവടിക്കുന്നവരോട് പറയുകയാ, വേണ്ട 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 വേണ്ട. റമളാനിന്റെ പ്രിയമുള്ളവരെ കടന്നുപോയല്ലോ ഒരു ചരിത്രം. എന്റെ പ്രിയമുള്ളവരെ നിങ്ങളോട് പറയുകയാ, അറിയാതെ ചെയ്തു പോയ തെറ്റിന്റെ പേരില് വിട പറഞ്ഞു പോയ ഒരു സഹാബിയുടെ കഥയുണ്ടല്ലോ, പറയാൻ പോകുകയാ. കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്നവരോട് പറയുകയാ, കൈകൊണ്ട് കക്കുന്നവരോട് പറയുകയാ, കാലുകൊണ്ട് തിന്മകളിലേക്ക് പോകുന്നവരോട് പറയുകയാ, പാടില്ല പാടില്ല. വഴുതുകിടഞ്ഞ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. എല്ലാവരും കിടന്നുറങ്ങുമ്പോ പാതിരാത്രിയിൽ പടച്ചവനെ ഗൂഗിളിൽ കയറിയിട്ട് വേണ്ടാത്ത കാണുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, ഉസ്താദ് കാണുന്നില്ലല്ലോ, വാപ്പ കാണുന്നില്ലല്ലോ, ഉമ്മ കാണുന്നില്ലല്ലോ, നാട്ടുകാര് കാണുന്നില്ലല്ലോ എന്ന് പറയുന്നവരോട് പറയുകയാ, അള്ളയുണ്ടടാ, അള്ള കാണുന്നുണ്ടടാ, അള്ള അറിയുന്നുണ്ടടോ, അള്ള കാണുമെന്ന് മോനെ, അള്ള കാണുമെന്ന് മോനെ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, തെറ്റുകൾ ചെയ്താൽ തൗബ ചെയ്യുന്നവരാരാ? അവരെ അതോ ഖബറിന്റെ അത്ഭുതങ്ങളിൽ നിന്ന്, ഖബറിന്റെ അദാബുകളിൽ നിന്ന് അല്ലാഹു കാക്കുന്നതോ. അതുകൊണ്ടാണ് നിബിതങ്ങൾ പറയുന്നത്, ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീൻ. അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരെയും അറിയോ? അത് സ്വതക്ക കൊടുക്കുന്നവനെയല്ല, നന്മകൾ ചെയ്യുന്നവനെയല്ല, നമസ്കരിക്കുന്നവനെയല്ല, നോമ്പ് പിടിക്കുന്നവനെയല്ല. പിന്നെ ആരെയാ ചെറുപ്പക്കാരോ? അതാരെയാ ചെറുപ്പക്കാരാ? നബിതങ്ങള് പറയുകയാ, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ. തൗബ ചെയ്യുന്നവരെയുണ്ടല്ലോ അല്ലാഹു വല്ലാതെ ഇഷ്ടമാ.
അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, റമളാന് കഴിഞ്ഞു പോയല്ലോ വാപ്പാ, റമളാന് വിട പറഞ്ഞു പോയല്ലോ വാപ്പാ. 27-ാം രാവ് കടന്നു വന്നപ്പോ തൗബ ചെയ്തവരോട് പറയുകയാ, റമളാന് കഴിയുമ്പോ പണികതുപോലെ തിന്മകളിലേക്ക് പോകുന്നവരെ, നിങ്ങളുടെ റമളാൻ ഉണ്ടല്ലോ അല്ലാഹു വേണ്ട. അതുകൊണ്ട് പറയുകയാ, തൗബ ചെയ്യാൻ കഴിയണമല്ലോ, പാപമോചനം ചെയ്യാൻ കഴിയണമല്ലോ. ചെയ്തു കഴിഞ്ഞാൽ ഖബറിന്റെ അദാബുകളെയുണ്ടല്ലോ അല്ലാഹു തരൂല. നാദാ മണ്ണറ നീ മണിയറയാക്കണേ അല്ലോ, ഖബർ നീ വിശാലമാക്കണേ അല്ലോ.